കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അത്ര അടിപൊളിയല്ല. ലഹരി അടിച്ചും അടിക്കാതെയും മനുഷ്യർ വീട്ടുകാരെ തല്ലിക്കൊല്ലുന്നു, കൂട്ടുകാരെ കൊല്ലുന്നു. അത്ര അടിപൊളിയല്ലാത്ത വാർത്തകൾക്കിടയിൽ ചെറിയൊരു എന്റർടൈൻമെന്റ്. വെൽക്കം ടു അടിപൊളി ലോകം. ആദ്യം തന്നെ ഒരു ഡിസ്ക്ലെയിമർ ആണ്. ഇതൊരു വയലൻസ് വീഡിയോ അല്ല. ചിക്കൻ ഐറ്റംസ് ഇഷ്ടമുള്ളവർക്കുള്ള ഒരു ഇൻസ്പിറേഷണൽ വീഡിയോ ആണ്. മനസ്സിലാകാത്തവർക്ക് അതാണ് ഇട്ടാപ്പൊട്ടി. ഇട്ടാപ്പൊട്ടി വിതറുന്നു, പാവം കോഴികൾ അത് കൊത്തി തിന്നുന്നു. ബാക്കി ഞാൻ പറയണ്ടല്ലോ, എല്ലാം കഴിഞ്ഞു. ആ കോഴികളാണ് മയണൈസിൽ മുങ്ങി പൊങ്ങുന്നത്. പിന്നെ വയലൻസ് ടു ആനിമൽസ് ഈസ് വെരി ബാഡ്. അത് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. മടിയന്മാരെ പറ്റി പറയുന്ന ഒരു വാചകമാണ് കുഞ്ഞിനൊരു പ്ലാവിലെടുത്ത് മറിച്ചിടില്ലേ. കളിച്ചോണ്ടിരിക്കുമ്പോ ആ ചെക്കൻ്റെ അവന്റെ പാവ താഴെ വീണു. അതൊന്ന് തലനീട്ടി കടിച്ചെടുത്താൽ മതി. വയ്യ, ഇതുപോലൊരു മടിയൻ. ഇതൊക്കെ കാണുമ്പോഴേ എനിക്ക് മനസ്സിലാവുന്നതിലും ഭേദം ഞാനാണ്. ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലെ വൈറൽ ഡ്രൈവർ കാറൊക്കെ ചുമ്മാ ഒറ്റ കൈ കൊണ്ട് വളയ്ക്കുന്ന ലാഘവത്തോടെ പുള്ളി ഈ ടൂറിസ്റ്റ് ബസ് വളയ്ക്കുന്നത് കണ്ടിരുന്നു പോവേ. കണ്ണുമൂട്ടി പറയാം പ്രോ ഡ്രൈവർ. കാലപ്പഴക്കം ചെല്ലും തോറും വണ്ടിയുടെ കണ്ടീഷൻ കുറയും. വണ്ടി പണിക്ക് കയറ്റാതെ കൊണ്ടിടക്കുന്ന ചില മനുഷ്യരില്ലേ, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എന്നാൽ ഇടത് കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇതിപ്പോ കാലും കൊണ്ട് ഡിസ്കോയാണ്. എന്തായാലും ഇയാളുടെ വണ്ടിയിൽ പിറകെ വരുന്നവർക്ക് ഒരു എന്റർടൈൻമെന്റ് ആയി. പക്ഷേ MVD കണ്ട ഫൈനടിച്ച് പണ്ടാരോ അടങ്ങും, അത് വേറെ കാര്യം. ഇതൊരു ആനക്കുട്ടി അനുഭവിക്കുന്ന പ്രശ്നം മാത്രമല്ല, ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഇപ്പോഴും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ അമ്മയുടെ അടുത്ത് രാവിലെ ഒരു 7 മണിക്ക് വിളിക്കണേന്ന് പറഞ്ഞാൽ 8 മണി ആയി എന്നും പറഞ്ഞാൽ 6 മണി തൊട്ടേ വിളി തുടങ്ങും. ഇതൊരു യൂണിവേഴ്സൽ പ്രശ്നമായി അഡ്രസ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. നിനക്ക് 7 മണിക്ക് എവിടെ പോണമെന്ന് പറഞ്ഞില്ലയോ? ഇപ്പൊ 8 മണിയായി. കോഴിമുട്ടയ്ക്കൊക്കെ ഇപ്പൊ എന്താ വില? വീട്ടിൽ കോഴിയെ വളർത്താന്ന് വിചാരിച്ചാൽ മിക്ക ആളുകളും ഫ്ലാറ്റിലൊക്കെയാ താമസം. വീടിനകം മുഴുവൻ വൃത്തിയേടാവും. പക്ഷെ ഒരു ഗംഭീര ഐഡിയ ഉണ്ട്, ട്രൈ ചെയ്യണം. ഇതാണ് ഐഡിയ. വെറും 50 പൈസ കീസ് ഉപയോഗിച്ച് വീടിനകത്ത് തന്നെ കോഴിയെ വളർത്താം. വാവ്, വാട്ട് ആൻ ഐഡിയ, റൈറ്റ്? അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സിനിമയിലും സീരീസിലും അനിമയിലും ഒക്കെ പലതും നടക്കും. അതൊന്നും അതേപടി എടുത്ത് ജീവിതത്തിൽ പകർത്തരുത്. ഏത് വേണം വേണ്ട എന്നുള്ളത് ലോജിക്കലായി എടുക്കേണ്ട തീരുമാനമാണ്. നല്ലൊരു തീരുമാനം എടുക്കുക. ജീവിതം വെറുതെ നശിപ്പിച്ച് കളയരുത്. സരിക സജി സൈനിങ് ഓഫ്. ബൈ ബൈ.